ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങളത് ഡൽഹിയിൽ ഇറങ്ങി. അർജുൻ വേറെ ഹോട്ടലിൽ, അവന് ആദ്യം കിട്ടി, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇപ്പോഴാണ് ഒരു ഊബർ ബുക്ക് ചെയ്ത്. അത് എക്സലാണ് കിട്ടി ഞങ്ങൾക്ക് രണ്ടാകും കൂടി. വേറെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഓൺ ദ വേ കാണിക്കാം. നേരത്തെ എത്തി, 6:45 പറഞ്ഞിട്ട് 4:30 ബസ് എത്തി. 5 മണിക്കാണ് പിന്നെ വണ്ടി കിട്ടിയത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാ ഡൽഹിയിലൊക്കെ എത്തി. ഇതപ്പോൾ ഒന്ന് ഫ്രഷായി. നേരെ 10 മണിയായിട്ടോ. ഡൽഹി എത്തിയ കാര്യം പറയാൻ ഒന്നും പറയണ്ട. ഞങ്ങൾ രാവിലെ നേരത്തെ 4:30 ഒക്കെ ആയപ്പോഴാണ് ബസ് എത്തി. 6:45 എത്തുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്ര നേരത്തെ എത്തിയിട്ട് പിന്നെ കുറേ നേരം അവിടെ പോസ്റ്റായിരുന്നു. കാരണം ഊബർ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഊബർ പോലെ രണ്ട് മാറി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ചാർജ് എന്ന് വെച്ചാൽ ലോക്കൽസ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ റേറ്റ് നോക്കുമ്പോൾ ഊബറിൽ കാണിക്കണേക്കാട്ടിലും 4 ഇരട്ടിയൊക്കെയാണ് റേറ്റ് പറയുന്നത്. എത്ര 4:30 മുതൽ 5 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം ഊബർ കിട്ടി. ഞങ്ങളുടെ എക്സെൽ എടുക്കേണ്ടി വന്നു. ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ കിട്ടിയുള്ളൂ അവൈലബിളായിട്ട്. പിന്നെ അതിൽ ഇങ്ങോട്ട് പോകുന്നു. ഇതിപ്പോൾ മഹിലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം, എയർപോർട്ടിൻ്റെ അടുത്താണ് സ്റ്റേ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ തന്നെ സ്റ്റേ. ഏർലി ചെക്കിൻ തന്നു, ലൈക്ക് 6 മണിക്ക് ശേഷം തന്നെ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5:55 50 ഒക്കെ ആയി. പിന്നെ 6 മണിക്ക് ശേഷം ഒരു ഹാഫ് പേയ്മെൻറ്റിന് വെച്ചാൽ ഹാഫ് ഡേ ആയിട്ട് റൂം തരാറുണ്ട്. അങ്ങനെ റൂം വന്നു. പിന്നെ ഒന്ന് ഉറങ്ങി. ഇപ്പോൾ 9:30 ഒക്കെ ആയപ്പോൾ നീറ്റു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇൻക്ലൂഡഡ് ആ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇന്നത്തെ പ്ലാൻ എന്താണെന്നൊന്നും ആയിട്ടില്ല, നോക്കട്ടെ. ഡൗൺ ഫ്ലോർ. ഇപ്പോൾ കഴിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. നേരം കുറയും, 10 മണി വരെ. 10 മണി ആവാറായി. 10 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുറേ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാവ് ഭാജി, ഒരു പാൻ കേക്ക്, ഫ്രൂട്ട്, പിന്നെ ദോശ പറയുകയും ചെയ്തു. മുതൽ അവിടെ വേറെ എന്തൊക്കെയൊക്കെ കൊടുത്തിരുന്നു. ഫുഡ് അടിപൊളി. ഇഡ്ഡലി മാത്രം ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. ദോശയും എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. ദോശയോട് കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പോലെ. ഈ 3 ദിവസം സെയിം ഫുഡ് ആവുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ കഴിച്ചു? ഞാൻ ദോശ, പ്ലെയിൻ ദോശ കഴിച്ചു, പിന്നെ കോൺഫ്ലെക്സ് കഴിച്ചു, പിന്നെ എന്താ കഴിച്ചേ? ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെന്താ കഴിച്ചേ? പിന്നെന്താ കഴിച്ചു പറയൂ, നിങ്ങൾ എന്തൊക്കെ കഴിച്ചു? ബീൻഡി മസാല, പൊട്ടാറ്റോൻ്റെ ഒരു എന്താ പേര് പോലെ സാധനം, അതിൻ്റെ കൂടെ ആലു പൊറോട്ട, അത് കഴിഞ്ഞിട്ട് ദോശ, അത് കഴിഞ്ഞിട്ട് കോൺഫ്ലെക്സ്, കുറേ കഴിച്ചു കൂട്ടിക്കണോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അക്ഷരധാമും ലോട്ടസ് ടെമ്പിളും പോകണം. കാരണം ഇന്ന് സൺഡേ ആണ്. മൺഡേ നാളെ അത് ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് പോയി ഇത് കണ്ടാലേ നാളെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. നാളെ ഇന്ത്യ ഗേറ്റ് പോകല്ലേ. ഇന്ത്യ ഗേറ്റ് റെഡിയൊക്കെ ആയിട്ടോ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന അക്ഷരധാമും ഗോൾഡൻ ടെമ്പിളും പോകാമെന്നാണ്. ഇപ്പോൾ സമയം ഏറെക്കുറെ 1 മണിയായി. ഇപ്പോൾ വിശക്കൊന്നുമല്ല, രാവിലത്തെ കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കും. ഇനിയിപ്പം ലഞ്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ട്വിൻ ബെഡാണ് രാവിലെ ഏർലി ചെക്കിങ് തന്നെ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിങ് സൈസ് ബെഡിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതിനുള്ള റൂം വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ചോദിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ വേണമല്ലോ, സാധനങ്ങളോട് വെച്ച് പോകല്ലേ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വ്യൂ ഇല്ലാത്ത റൂമിലെത്തിയത്. ഇത്രയും ദിവസം നമ്മൾ സ്പിറ്റിയിൽ ഒക്കെ കണ്ട ഇതൊക്കെ നല്ല അടിപൊളി മൗണ്ടൈൻ വ്യൂസും തണുപ്പൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അറിയാം ഡൽഹിയിലത്തെ പൊല്യൂഷനും ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ മെട്രോയിലോട്ട് പോവുകയാണേ. ഇവിടെ കണ്ടോ ഫുൾ ഒരുമാതിരി ഫോഗി പോലെ. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഫോഗാണോ പൊടിയാണോ എന്നൊക്കെ. ഇവിടെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക മെട്രോ സ്റ്റേഷനിലേക്ക്. അങ്ങ് ദൂരെ കാണുന്ന മെട്രോ റെയിൽ പോകുന്നത് അവിടെയാണ് നമുക്ക് പോകണ്ടേ. നടന്നിട്ടും ഭയങ്കര പൊടിയാണ്. ഓട്ടോയിൽ ചോദിച്ചപ്പോൾ ഒടുക്കത്തെ പൈസ 150 രൂപ 800 മീറ്ററിന്. പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. കൽക്കാജി മന്ദിർ, ലോട്ടസ് ടെമ്പിൾ പോകാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രസ് ലൈനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് കിട്ടില്ല. ന്യൂഡൽഹി ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയതാണ്.
മെട്രോ കയറാൻ പോവാണേ. കൂടി കയറിക്കോ. ജസ്റ്റ് കയറിയുള്ളൂ. ന്യൂഡൽഹിയിൽ വന്നു കേട്ടോ, മറ്റേ എയർപോർട്ട് ലൈൻ എടുത്തിട്ട് എക്സ്പ്രസ് ലൈൻ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നമുക്ക് വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ലോട്ടസ് ടെമ്പിൾ, കാൽക്കാജി മന്ദിർ, അതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ പേര്. യെല്ലോ ലൈനിലോട്ട് പോവാണ്. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു യെല്ലോ ലൈനിലേക്ക് കയറാൻ പോകുന്നു. അത് വർക്ക് ചെയ്യണില്ല. അത് ശരി, ഞാൻ അത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. നടന്നു കയറാൻ വേണ്ടി ഞങ്ങൾ എസ്കലേറ്റർ എടുത്തു. അപ്പോൾ നമ്മൾ കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനിൽ വന്നു. ബോർഡിലുണ്ടോ കൽക്കാജി മന്ദിറും ലോട്ടസ് ടെമ്പിളും എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ നമുക്കിത് കൂടെ ഇറങ്ങി നോക്കാം. എക്സിറ്റ് ഗേറ്റ് നമ്പർ 1. അമ്മ ഇവിടെ അന്തമിട്ട് നടക്കണു, മാപ്പൊക്കെ പിടിച്ച്. ഞാൻ അവിടെ ചില്ലടിച്ച് നടക്കണു, ക്യാമൊക്കെ പിടിച്ച്. ഇവിടെ പുറത്ത് തന്നെ കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞൊരു ആരോ മാർക്ക് ഉണ്ട്. നമുക്ക് ആദ്യം കൽക്കാജി മന്ദിറിലും പോയിട്ട് ലോട്ടസ് ടെമ്പിൾ തപ്പാ വിചാരിക്കാം. കുറേ ആൾക്കാർ നടന്നു പോകേണ്ടത് ഇവിടെ. അതേ നമ്മളാ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കൽക്കാജി മന്ദിർക്ക് പോകാൻ. ലോട്ടസ് ടെമ്പിൾ കയറാനുള്ള ക്യൂ ആണിത്. ഞങ്ങൾ അക്ഷരധാമം പോകണം വിചാരിച്ചു. ഇത് കഴിയുമ്പോഴേക്കും അവിടെ എത്തുമോ നോക്കി നോക്കട്ടെ. സൺഡേ ആയതുകൊണ്ട് നല്ല റഷാണ്. കാണാൻ വന്ന സാധനം അത് ചെയ്യാൻ നിൽക്കുന്നു. ഇങ്ങനെ കറങ്ങി നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പേരിന് ബാഗ് തുറന്നു കൊടുക്കുക അല്ലേ? ഇത് നോക്കിയോ? ആ പിങ്ക് ഫ്ലവർ ഇങ്ങനെ വീണ് നിൽക്കുന്ന കാര്യമാണ് മൂപ്പ് പറഞ്ഞത്. മരം കൊള്ളാമല്ലോ, നൈസായിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല വൃത്തിയുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. ഫ്രണ്ട് ഭാഗം ഈ ലോട്ടസ് ടെമ്പിൾ അത് അവിടെ പോകും. ആകെ സ്മോഗിയാണ്, ഒരു വൈകിട്ടുണ്ട്. ഇവിടെ നൈസായിട്ട് ഉള്ളിൽ കയറാനും ക്യൂ ആണ്. ഇവിടുന്ന് ചപ്പൽ റിമൂവ് ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം. പ്ലീസ് എൻ്റെ എഴുതിക്കണം. പ്ലീസ് ഡെപ്പോസിറ്റ് യുവർ ഷൂസ് ഹിയർ. ഗൈസ് നമ്മൾ ഈ ബാക്ക് കാണുന്ന ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ട് ഇതാ തിരിച്ചു പോവാണ്. ഇതേ ഒന്നുമില്ല, ഉള്ളിൽ ഞാനൊരു മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ആർക്കിടെക്റ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഉണ്ടാക്കിയതാണ് കാണാൻ. വീണ്ടും മെട്രോയിലെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ വരുന്നവർ മെട്രോയിൽ ഇറങ്ങി നടക്കാനുള്ള ദൂരമുള്ളൂ, ഓട്ടോയിലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഈ കൽക്കാജി മന്ദിർ പറഞ്ഞ വേറെയാണ്, ലോട്ടസ് ടെമ്പിളും വേറെയാണ്. രണ്ടും സ്റ്റേഷൻ്റെ അവിടെ നടക്കാനുള്ള ദൂരത്തന്നെ ഉള്ളൂ. വരുമ്പോൾ നടന്നിട്ട് വരും. പക്ഷെ നല്ല റഷ് ഉണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള റഷൊക്കെ, അല്ലെങ്കിൽ ഇത്ര റഷൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ അക്ഷരധാം പോവാം. അവിടേക്ക് മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. വൻ പൊടിയാണ് ഗൈസ്, വൻ പൊടി. ഗൈസ് ഇവിടുത്തെ മെട്രോ ഉണ്ടോ ഇങ്ങനെയാണ്. നമ്മളവിടെ ഫുള്ള് ഓപ്പൺ അല്ലേ? അവിടെ ഓപ്പണൊന്നുമല്ല, കയറിനോടത്ത് മാത്രം, അല്ലാത്തടത്തൊക്കെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അക്ഷരധാം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് റൈറ്റ് ചെയ്ത് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒരു കോംപ്ലക്സ് പോലെ ഉണ്ട് അല്ലേ, KFC മൊമോസൊക്കെ. ബൗ മൊമോ ഉണ്ട്, കഫേ കോഫിയിലേക്ക്. ഇതെന്താണ് മോളിൽ കയറിയ പോലെ ഉണ്ടല്ലോ, മെട്രോൻ്റെ താഴത്തേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു ഷാർട്ടിനും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. ബ്ലോക്കായി. ഇവിടെ അടുത്ത് തന്നെ തോന്നുന്നു അല്ലേ? എൻട്രൻസ് നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ എത്രമാത്രം വണ്ടികളാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ച് വരാം. അതാണ് എൻട്രൻസ്. അവിടെ കാണുന്ന സാധനം സാധനം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വരാം. ഫോൺ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നോക്കണ്ട ഫോക്ക്. ഞങ്ങളിത് അക്ഷരധാമെന്ന് ഇറങ്ങിയിട്ടോ.
അപ്പോൾ ഇതാ മെട്രോ ഓടിക്കാൻ പോവാണ്. 9 മണിയായി. എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ റൂമിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇതേ നല്ല തണുപ്പുണ്ടോ? അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മളെത്ര മണിക്ക് കയറി? 5 മണിക്ക് കയറിയിട്ട് 9 മണിയായി ഇറങ്ങാൻ. ബേൽപ്പൂരി കഴിക്കാൻ വേണ്ടി നിർത്തിയേ. അല്ല, കയറിയതാണ്. ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെയാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ റൂമിൽ തിരിച്ചെത്തി. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്താണ് അക്ഷരധാമം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അക്ഷരധാമം സൂപ്പറായിരുന്നു. ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും തീരെ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഏറെക്കുറെ ഒരു 5:30 ആയപ്പോൾ കയറിയിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും 9:30 ഒക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫുള്ള് കണ്ടു. പിന്നെ അവിടുന്ന് ഒരു ബുക്ക്ലെറ്റ് മേടിച്ചു, ഒരു ഗൈഡ് ബുക്ക് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മേടിച്ചു. അപ്പോൾ അവിടെയുള്ള എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നോക്കി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നീൽക്കണ്ട് യാത്ര എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതുപോലെ തന്നെ ഹാൾ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഡിഫറെൻറ്റ് ഹാളിൽ പോയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലത്തെ ഒരു സംഭവം. അത് പിന്നെ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ ഷോൻ്റെ ടിക്കറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ താല്പര്യമാണെങ്കിൽ അത് പെർ ഹെഡ് 350 വരുന്നത്. വാട്ടർ ഷോ മാത്രമാണെങ്കിൽ പെർ ഹെഡ് 95 വരുന്നുണ്ട്. പിന്നെ വൻ പൊല്യൂഷനാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ള സമയത്ത് ഭയങ്കര കൂടുതൽ പൊല്യൂഷൻ കൂടി പറഞ്ഞിട്ട് അബവ് 500ൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് എയർ ക്വാളിറ്റി, എയർ ഇൻഡെക്സ് വാല്യൂ. അപ്പോൾ എന്തൊക്കെയോ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഓഡ് ഈവൻ വെഹിക്കിൾസൊക്കെ വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ GRIP 4 തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. എന്നുവെച്ചാൽ നാളെ മുതൽ. ഗൈസ്, ഡൽഹി വൻ ശോകമാണ് അവസ്ഥ. കണ്ടോ, ഫുൾ പൊല്യൂഷൻ. ഇന്നലെ ഫോഗ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. 500 ആണ് ക്വാളിറ്റി ഇൻഡെക്സ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇന്നലത്തെ സെയിം ഹോട്ടലിൽ തന്നെ. അപ്പോൾ സെയിം ആവും വിചാരിച്ചു, പക്ഷേ അല്ല, വ്യത്യാസമുണ്ട്. ആണോ, ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ചിക്കൻ സോസേജ്, വാട്ടർ മെലോൺ, നമ്മുടെ സെയിം മാവ്, ബേക്ക്ഡ് പൊട്ടാറ്റോസ്, പിന്നെ കേക്ക് എടുത്തുന്നു, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കോൺഫ്ലേക്സും കഴിച്ചു. ഇവിടെ ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ എന്തൊരു വാസനയുണ്ട്. കുറച്ച് നേരമായി. 220. ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് ഒരു മോളുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സാധനങ്ങളും മേടിക്കണം. പിന്നെ അവിടെ ഒരു ആപ്പിൾ സ്റ്റോറുണ്ട്. അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയതാ. പോവാ. ഞാനതാ മോളുടെ ഉള്ളിലെത്തിയ. അത്യാവശ്യം വലിയ മോളാട്ടോ. ഇവിടെ നമ്മളൊരു എല്ലാ ബ്രാൻഡും സാധാ മോളിൽ കയറുന്ന പോലെ തന്നെ കുറേ ബ്രാൻഡ്സും അതൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇതേ ഗൈസ് ഞാൻ കണ്ടേ ഇതാണത്. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. നമ്മളിത് ജസ്റ്റ് HMൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രസ്സ് ഒരു പാൻറ്റ് കിട്ടും നോക്കട്ടെ കേട്ടോ. HMൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ യൂണിക്ലോ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഒന്ന് അവിടേക്കൊന്നും കൂടി ഒന്ന് പോയി നോക്കാൻ വെച്ചു. യൂണിക്ലോ നമ്മളവിടെ അങ്ങനെ കാണാത്ത ബ്രാൻഡാണ്. ഓൺലൈൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അവരൊരു സ്റ്റോർ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഉണ്ട് താഴെ ഇവിടെ ജാഗ്വറിൻ്റെ ഒരു മോഡൽ വെച്ചേക്കുന്ന മോഡൽ പേരെന്താ എഴുതിക്കണം. കോടികളുണ്ടാവും ഗൈസ്, കോടികൾ. ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോറിന് അവിടെ എത്തിയല്ലോ. ഇതാണ് ഡൽഹിയിലുള്ളതാണ്. സാക്കറ്റ് മോളിൻ്റെ അകത്തതല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആപ്പിൾ സ്റ്റോർ ഒഫീഷ്യലായിട്ടുള്ളത് കാണുന്നത്. ഇവിടെ കണ്ടോ, ഈ കവറും എല്ലാ കവേഴ്സും അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചാർജർ, നമ്മുടെ മറ്റേ കേസിൽ വെക്കുന്ന സാധനം ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടെടുക്കാം. വൈബല്ലേ. ഇത് ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര വലുപ്പമുണ്ടായത്, ഇത്ര ചെറുതായി. അത് ഇതിൻ്റെ മുകളിൽ കണ്ടോ പീക്കോക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഈ സൈഡിലെ. ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് DLF അവന്യൂ പറഞ്ഞിട്ട് ഒരു മോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് യൂണിക്ലോ എന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതേ കുറേ
എന്തൊക്കെയോ പരിപാടീൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടി നടക്കുന്നുണ്ട്. കാലാവസ്ഥ തണുപ്പൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, മാനേജബിളാണ്. ഇവിടേക്ക് എത്തിയപ്പോഴും പൊല്യൂഷൻ അതേപോലെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകൊണ്ട് കുഴപ്പമില്ല, ഉള്ളിലേക്ക് പൊടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നടന്ന കട അതാണ് ഗൈസ്. പക്ഷേ ഞാൻ അതിൻ്റെ പുറത്തായി പോയി. ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറുക നോക്കട്ടെ. ഇവിടെ കൂടുതലും ലൈഫ് സ്റ്റൈൽ കടകളൊക്കെയാണ്. നമ്മൾ പോകാൻ പോകുന്നത് അയക്കാം യുണീക്കിലോ. പോയി നോക്കട്ടെ, ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ പാൻറ്റ് എടുക്കണമെന്നുണ്ട്, നോക്കട്ടെ. ഇവിടെ നിന്നൊരു പാൻറ്റ് മേടിച്ച് ഞാൻ ഇറങ്ങിട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോവാം. വല്ലതും കഴിക്കണോ വേണ്ടയോ എന്ന് നോക്കട്ടെ. കൊള്ളാം, നൈസാണ്, നല്ല ഫ്രണ്ട്ലി ആൾക്കാരൊക്കെയായിരുന്നു. അപ്പം നടക്കണ്ടായിരുന്നു അത്യാവശ്യം. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് ഓഫറിലുള്ള സാധനമാണ്. ബാക്കി വില വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സിനാണ് കൂടുതൽ വില വരുന്നത്. ഫുഡ് കോർട്ടായിട്ടൊന്നുമില്ല കേട്ടോ മുകളിൽ. സാധാരണ ഞാൻ അത് വിചാരിച്ച് മുകളിൽ കയറി. ഇവിടെ കണ്ടില്ല, ഞാൻ കുറച്ചുകൂടെ അവിടെ നടന്നു നോക്കട്ടെ. ഇവിടെ നിന്നൊരു ചോക്ലേറ്റ് തന്നെ. അപ്പോൾ അത് കുടിക്കട്ടെ ഗൈസ്. എന്നിട്ട് നല്ല ചന്തക്കട്ട് എന്താ ക്യാബ് വിളിച്ച് തിരിച്ച് ഹോട്ടലിലോട്ട് പോവാം. ചൈനീസ് വാങ്ങുന്ന ഒരു ചില്ലി ചിക്കണും ഗാർലിക് നൂഡിൽസിൻ്റെയും ഒരു ബൗളും പിന്നെ ഒരു ഹാഫ് വെജ് ഗാർലിക് നൂഡിൽസും മേടിച്ചേ. ഗുഡാണ്, നൈസാണ്. നമ്മൾ അവിടെ ഇരിക്കുന്നു, എന്തോ ഫോണിൽ കേൾക്കുക. ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു 1 hour മുന്നേ എത്തി. അപ്പം മേടിച്ചില്ല ഒന്നും. വന്നിട്ട് ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. ഇനി കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടോ എയർപോർട്ടിലേക്ക് പോകാൻ. നേരെ 6:30 5 മണിയാകുമ്പോഴേക്കും 9 മണിക്ക് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കും എത്താമെന്ന് വിചാരിച്ചു. ഡൽഹി എയർപോർട്ടിലെത്തി. റഷ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതാ റൂം ചെക്കൗട്ട് ചെയ്യാതെ പാക്കിങ് കഴിഞ്ഞു. ഇതാ നമ്മൾ റെഡി ആയോ? കണ്ടു നീക്കുന്നു. ഗൈസ് പോട്ടെ, എയർപോർട്ടിലെത്തിയിട്ട് കാണാം. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഫുൾ സാധനങ്ങളും പുറത്തിറക്കിപ്പിച്ചു. മൊത്തം പുറത്തിറക്കിച്ച് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളത് അതിൻ്റെ ഉള്ളിൽ കയറിയ മുക്കുന്നു. നമ്മൾ താന്താൻ വിട്ട് ഇറക്കണം. ഗേറ്റ് അങ്ങോട്ടാണ്. നമുക്ക് കഴിച്ചിട്ട് പോവാം. അല്ല വാ, ലോഞ്ചിൽ പോയി നോക്കാം. ഞാൻ ക്ലം ലോഞ്ച് കേസ്. അവിടെ ഫുഡ് കിട്ടും, നോക്കട്ടെ. അവിടെ ഭയങ്കര തിരക്കാണ് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യൂ നിൽക്കാം. 8:05 ബോർഡിങ് തുടങ്ങാം. 8:15 ഇറങ്ങണം. അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ അങ്ങോട്ട് ഓടിപ്പോകുന്നു കേട്ടോ. ഞങ്ങളുടെ ബോർഡിങ് തുടങ്ങിയപ്പോഴേക്കും എന്താ ഗേറ്റ് നമ്പർ 27 ഞങ്ങളുടെ ബോർഡിങ്. साथ बच्चों को सावधानी से पकड़े रहें। इंडिगो में आपका हार्दिक स्वागत है। ഞങ്ങൾ ബോർഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇപ്പോൾ നേരെ ബോംബെ പോയി ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കോഴിക്കോട് കണക്റ്റിംഗ് ആണ്. അവിടെ 2 മണിക്കൂർ ലേവറുണ്ട്. അപ്പോൾ ഞാൻ ഇനി വല്ലതും കാണട്ടെ. പടം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിചാരിക്കാം. ഞാൻ സൈഡ് സീറ്റ്. അമ്മ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഡൽഹിയിലെത്തി ചെയ്യാൻ പറഞ്ഞു. മുംബൈ എയർപോർട്ടിലെത്തി. അവിടെ തന്നെ പോകുമ്പോൾ ജമ്മു അതാ അവിടുത്തെ പച്ചപ്പും കണ്ടിട്ട് നോക്കിക്കോ ഗൈസ്. സോ വി ആർ ഗോയിങ് അപ്പ്. ലോഞ്ച് കയറി. നല്ല സൂപ്പർ ഫുഡാണ്. എന്താണ് ലോഞ്ച് കേട്ടോ. അദാനി ലോഞ്ചിലാണ് കയറിയത്. അടിപൊളി സർവീസാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അമ്മൂതി അവിടെ എന്തോ പപ്പടം തോന്നുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് ഇതാ വെയിറ്റ് ചെയ്യുകയാണ്. ആയിട്ടോ 12:35 40 ബോർഡിങ് തുടങ്ങും. പക്ഷേ ഇതുവരെ കാണിച്ചിട്ടില്ല ബോർഡിങ്. വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. 50 ഗേറ്റ് നമ്പർ. എവിടെയൊക്കെയാണെന്ന് നടത്തണം. ഇതിപ്പോൾ എത്ര കാണിക്കണേ? പതുക്കെ നടന്നാൽ മതി. എന്തിനാ ഓടുന്നു?
ഗൈസ് അമ്മ ഓടുന്നു ഗൈസ്. ഓൺ ടൈമാണ്. ഓൺ ടൈം നേരെ എത്തിയിട്ടുള്ളൂ. ബോർഡിംഗ് കാണിച്ചിട്ടില്ലല്ലോ. ബോർഡിംഗ് ഇപ്പോൾ ഇവരും കാണിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ ഗേറ്റ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഗേറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ഓൺ. നല്ല വിശാലമായ സ്ഥലമുണ്ട് ഗൈസ്. വലിയ തിരക്കൊന്നുമില്ല എയർപോർട്ടിൽ. സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. എല്ലായിടത്തും കുറേ ഷോപ്പ്. നമുക്കിതിൽ പോകാം. ഇതിൽ ഞാൻ നിന്നോടുത്താൽ മതിയല്ലോ. ഇത് ഞാൻ നിന്നോടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം എടുക്കാം. We are going on the move. ഇത് ആദ്യമായിട്ട് കാണാനാണ്. അത് ദൂരം കൂടുതലുള്ള എയർപോർട്ടുകളിൽ കാണാം. ഇത് അവിടെ എയർ ഇന്ത്യൻ്റെ പിന്നെ വിസ്താരയുടെയും ഓരോ ഫ്ലൈറ്റുകൾ നടക്കുന്നു. ലൈറ്റൊക്കെ നോക്ക്. ഈ ലൈറ്റ്സ് ആണ്. ഒന്ന് ബഡായിട്ട് ഒന്ന് പാർഷ്യൽ ഒന്ന് ഫുൾ ഓപ്പൺ. കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല അങ്ങനെ വെച്ചതാ തോന്നുന്നു അല്ലേ. അല്ല എനിക്ക് തോന്നുന്നു കൺട്രോൾ ചെയ്യാൻ. കറങ്ങി നമ്മൾ 50-ാം നമ്പർ ഗേറ്റിലെത്തിയിട്ടോ. നമ്മുടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. ഓൺ ടൈമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞങ്ങൾ ബോർഡിങ്ങിന് പോവാണ്. ലേറ്റ് ആയിരുന്നു കേട്ടോ ബോർഡിങ്ങൊക്കെ. ഇനി എപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കാമെന്ന് അറിയില്ല. 1:30 കഴിയുണ്ടാവും മിക്കവാറും. 12:30 വരണ്ട 1:10 ബോർഡ് ചെയ്തേ. വി ആർ ഗോയിങ്. ഇൻഡിഗോയിലാണ് പോകുന്നത്. ഇൻഡിഗോ.